മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നിരന്തരം കർമ്മനിരതയായ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിലും പ്രവർത്തനത്തിലും കർമ്മത്തിലും ആത്മീയതയിലും തത്വശാസ്ത്രത്തിലുമെല്ലാം സമുജ്വലമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന, ജീവിതം തന്നെ അതിന് മാറ്റിവെച്ച ഒരു സഹോദരി അവരെനിക്ക് അയച്ചു തന്ന, അവര് വാട്സപ്പിൽ അയച്ചു കൊടുത്തത് എല്ലാത്തിലേക്കും പോയിട്ടുണ്ടാവും. ഞാനത് വെറുതെ ഒന്ന് വായിക്കാം. ഇത് ഭീകരമോ ഭയാനകമോ ലജ്ജാവഹമോ എന്ന് നിങ്ങൾ തന്നെത്താനെ ചിന്തിക്കാം. ശരിയാണോ തെറ്റാണോ എന്നും കൂടി ചിന്തിക്കാം. ഇത് ചുവട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ചില പ്രമുഖ മുസ്ലിം നേതാക്കൾ ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഒന്ന്, ഇന്ത്യയിലെ ഹിന്ദുക്കൾ പാകിസ്ഥാൻ മുസ്ലിങ്ങളെയും ഇന്ത്യൻ മുസ്ലിങ്ങളെയും രണ്ടായിട്ടാണ് കാണുന്നത്. പക്ഷേ മുസ്ലിങ്ങളെല്ലാം ഒന്നാണ്. ഇന്ത്യ എന്നെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ 25 കോടി വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെ പോരാടും. അസൗദ്ദീൻ ഒവൈസി, മെമ്പർ ഓഫ് പാർലമെന്റ്, MIM, ഹൈദരാബാദ്. സൗദി അറേബ്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള 56 ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വോട്ടവകാശം റദ്ദാക്കണമെന്ന് പറയാനുള്ള ധൈര്യം ഏതെങ്കിലും ഒരു ഹിന്ദുവിനുണ്ടോ? മൗലാന ബദറുദ്ദീൻ അജ്മാൽ, ലോക്സഭ, സൻസദ്, AIUDF, ആസാം. അദ്ദേഹത്തിന്റെ സ്ഥലം ആസാം. 3, ഹൈദരാബാദിലെ മുസ്ലിം ജനസംഖ്യ 50% കടന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് ഞാൻ ഹൈദരാബാദിലെ റാം നവമി, ഹനുമാൻ ജയന്തി തുടങ്ങിയ പോലുള്ള ഹിന്ദുമത ആഘോഷങ്ങൾ നിയന്ത്രിക്കണമെന്ന് ഭരണാധികാരികളോട് ആവശ്യപ്പെടുകയാണ്. ചാർമിനാറിനടുത്തുള്ള ഭാഗ്യലക്ഷ്മി ക്ഷേത്രത്തിൽ മണിയടിക്കുന്നത് തടഞ്ഞതിലൂടെ നമ്മൾ നമ്മുടെ ശക്തി കാണിച്ചിരിക്കുകയാണ്. നമ്മൾ മുസ്ലിങ്ങൾ വൈകാതെ തന്നെ ഈ ക്ഷേത്രം നശിപ്പിക്കുക തന്നെ ചെയ്യും. അക്ബറുദ്ദീൻ ഒവൈസി, സൻസദ്, MIM, ഹൈദരാബാദ്, ഇന്ത്യ. 4, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും ബുദ്ധിസ്റ്റുകളും തുടർച്ചയായി കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ ബംഗ്ലാദേശ് മതേതര രാഷ്ട്രമല്ല, ഇസ്ലാമിക രാഷ്ട്രമാണ്. ഇപ്പോൾ മുസ്ലിങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം. ഈ സാഹചര്യത്തിൽ ഹിന്ദുക്കൾക്കും ബുദ്ധിസ്റ്റുകൾക്കും സുരക്ഷിതരായി ജീവിക്കണമെങ്കിൽ അവർ ഇസ്ലാം മതം സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പോവുക. ബീഗം ഖാലിദ സിയ, പ്രസിഡന്റ്, ബംഗ്ലാ നാഷണൽ പാർട്ടിയിലെ പ്രസിഡന്റ് ബേഗം ഖലീദ സിയ ആണ് പറഞ്ഞത്. 5ാമത്തെ പോയിന്റ്, ഹിന്ദു നേതാക്കൾ ചിലപ്പോഴൊക്കെ മുസ്ലിങ്ങളുടേതുപോലെ തൊപ്പി ധരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മുസ്ലിങ്ങൾ ഒരിക്കലും നെറ്റിയിൽ തിലകം, കുറി ചാർത്തുകയില്ല. ഹിന്ദുക്കൾ ഇസ്ലാമിക ആചാരങ്ങളെ എത്ര വേണമെങ്കിലും ബഹുമാനിച്ചു കൊള്ളട്ടെ, പക്ഷേ നമ്മൾ മുസ്ലിങ്ങൾ അവരുടെ ആചാരങ്ങളെ എതിർക്കുക തന്നെ ചെയ്യും. കാരണം ഇസ്ലാമിൽ മതേതരത്വവും രാജ്യസ്നേഹവും ഹറാമാണ്, നിഷിദ്ധമാണ്. അസം ഖാൻ, ലീഡർ, സമാജ്വാദി പാർട്ടി, ഉത്തർപ്രദേശ്. 6ാമത്തെ പോയിന്റ്, മുസ്ലിങ്ങൾ 1200 വർഷം ഇന്ത്യ ഭരിച്ചു. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നു. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റി. ഞങ്ങൾ ഇന്ത്യയെ വിഭജിച്ചു. പാകിസ്ഥാനും ബംഗ്ലാദേശും തട്ടിയെടുത്തു. ഞങ്ങൾ 2000 ക്ഷേത്രങ്ങൾ തകർത്തു. അവിടെയെല്ലാം പള്ളികൾ പണിതു. പക്ഷെ നമ്മൾ ഭയക്കേണ്ടതില്ല. ഹിന്ദുക്കൾ ഇന്നും ഹിന്ദു മുസ്ലിം ഭായി ഭായി എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ ശക്തിയും. മൗലാന ജക്കീർ നായിക്, മുംബൈ. സക്കീർ നായിക്കിന്റെ വരിയാണ് ഇപ്പൊ പറഞ്ഞത്. പശുവിനെ മാതാവായി ഹിന്ദുക്കൾ കരുതിക്കോട്ടെ, എങ്കിലും ഞങ്ങൾ മുസ്ലിങ്ങൾ തീർച്ചയായും പശുക്കളെ കൊല്ലുക തന്നെ ചെയ്യും. കാരണം ബലി കൊടുക്കുന്നത് മുസ്ലിങ്ങളുടെ മതപരമായ അവകാശമാണ്. അല്ലാഹു ബലി ആവശ്യപ്പെടുന്നു. മുസ്ലിങ്ങൾ വാക്കുകൊണ്ട് യുദ്ധം ചെയ്യാറില്ല. മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശക്തി കൊണ്ട് എല്ലാം നേരിട്ട് ചെയ്യും. ഞങ്ങൾ ഗവൺമെന്റിനെയോ ഭരണാധികാരികളെയോ ഭയക്കുന്നില്ല. കാരണം ഞങ്ങളിവിടെ വൻതോതിൽ വളർന്നു കഴിഞ്ഞു. ഏതെങ്കിലും അമ്മയുടെ മകൻ ഞങ്ങളുമായി ചർച്ചയ്ക്ക് വന്നാൽ ഞങ്ങൾ തീർച്ചയായും അവരുമായി സന്ധി ചെയ്യും. പക്ഷേ ഞങ്ങൾ ഗോക്കളെ വധിക്കുക തന്നെ ചെയ്യും.
നോറൂർ റഹ്മാൻ ബർക്കത്തി ഷാഹി ഇമാം, ടിപ്പു സുൽത്താൻ മസ്ജിദ്, കൽക്കട്ട, ഇന്ത്യ. നൂറുർ റഹ്മാൻ ബർക്കത്തി ഷാഹി ഇമാമാണ്. 8ാമത്തെ പോയിന്റ്, നമ്മുടെ ശക്തിക്ക് മുന്നിൽ ഹിന്ദുക്കൾക്ക് അവരുടെ രാജ്യത്ത് ഒരു രാമക്ഷേത്രം പണിയാൻ പോലും സാധിക്കുന്നില്ല. സൗദി അറേബ്യയിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ 56 ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിലോ ഒരു മുസ്ലിം പള്ളിയുടെ നിർമ്മാണം തടയാനുള്ള ധൈര്യം ഹിന്ദുക്കൾക്കുണ്ടോ? മൗലാന സയ്യദ് അഹമ്മദ് ബുഖാരി, ഷാഹി ഇമാം, ജമാ മസ്ജിദ്, ഡൽഹി. 9ാമത്തെ പോയിന്റ്, ബംഗ്ലാദേശിൽ നിന്ന് ആസാമിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളുടെ കുടിയേറ്റങ്ങൾ തടയാനുള്ള ധൈര്യം ഹിന്ദുക്കൾക്കില്ല. ഞങ്ങൾ ഈ കുടിയേറ്റം തുടരുക തന്നെ ചെയ്യും. മൗലാന ബദറുദ്ദീൻ അജ്മൽ, ലോക്സഭ സൻസദ്, AIUDF, ആസാം. എന്നാലും നമ്മൾ പ്രതികരിക്കില്ല. കാരണം നമ്മുടെ വോട്ട് പോവുമല്ലേ. ഇത് എഴുതിയ ആളില്ല. ഇതൊക്കെ കേട്ടാലും എന്നാലും നമ്മൾ പ്രതികരിക്കില്ല. കാരണം നമ്മുടെ വോട്ട് ബാങ്ക് പോവുമല്ലേ. ഇത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ പാലാരിവട്ടത്തെ സഹോദരി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വികാരമില്ലാതെ ഹിന്ദുക്കൾ ഇത് കേൾക്കണം. പശുവിനെ അറുത്തവരും കാളക്കുട്ടിയെ അറുത്തവരും ബീഫ് കറി വെച്ചവരും ഓരോ പാർട്ടിയുടെയും കൂട്ടത്തിൽ നിന്ന് പകല് മുസ്ലിങ്ങളും CPM-ഉം CPI-യും രാത്രി NDF-ഉം എല്ലാമായി കഴിയുന്ന മുസ്ലിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ അറിയണം. ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രണാമം, നമസ്കാരം.